സുനിൽ ഒരു MLA ആണ്. ഒരു MLA സ്ഥാനത്തിരിക്കുന്ന ഒരാളെ പുറത്താക്കുമ്പോൾ KPC നേതൃത്വത്തിന് സ്വാഭാവികമായും ഹൈക്കമാൻഡുമായി ഒരു കൺകറൻസ് ആവശ്യമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആശയവിനിമയം നടന്നോ? ആശയവിനിമയം കൃത്യമായി തന്നെ നടന്നിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരാതി ലഭിച്ചത് ഹൈക്കമാൻഡിന് കൂടിയാണ്. അതായത് രാഹുൽ ഗാന്ധിക്കും ഒപ്പം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾക്കും ഈ മെയിലിൻ്റെ കോപ്പി ഈ അതിജീവിത വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് തന്നെ ഈ വിഷയത്തിൽ AICC ഇന്നലെ തന്നെ ആ വിഷയം നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ദീപാദാസ് മുൻഷി അവർ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഇവിടെ ഉണ്ട്. ഈ പരാതി ഉയർന്നതിന് പിന്നാലെ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ രാഹുൽ ഗാന്ധി ദീപാദാസ് മുൻഷിയുമായും അതുപോലെ KC വേണുഗോപാലുമായും സംസാരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് എടുത്തതെന്ന് വിശദീകരിക്കാൻ കേരളത്തിലെ നേതാക്കളോട് KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോട് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെ ശേഷമാണ് നേതാക്കൾ തമ്മിൽ കൂട്ടായ ആശയവിനിമയം നടത്തുകയും അതിനുശേഷം പുറത്തേക്ക് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. അതിന് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടാവേണ്ടത്. ഇനി രണ്ട് തരത്തിലായിരിക്കും കോൺഗ്രസ് ഈ പുറത്താക്കൽ നടപടിക്ക് ശേഷം ഒരു പ്രതിരോധം തീർക്കുക. അതിലൊന്ന്, സമാനമായ നിരവധി കേസുകൾ CPM-ൽ ഉണ്ടായിട്ടുണ്ട്. പത്മകുമാർ അടക്കം, സ്വർണം കട്ട പത്മകുമാർ അടക്കം ഇപ്പോഴും പാർട്ടി അംഗത്വത്തിൽ തുടരുകയാണ്, ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ്. ഒപ്പം ഇതുപോലെ നിരവധി പരാതികൾ CPM-ന്റെ നേതാക്കൾക്കെതിരെ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് നടപടിയെടുത്തു എന്നൊരു ചോദ്യം അത് കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് പ്രധാനമായും അവരുന്നയിക്കുന്ന ഒരു പ്രചാരണ വിഷയം എന്ന നിലയ്ക്ക് അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. രണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ആ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി അടക്കമുള്ള ആളുകൾക്കെതിരെ ആരോപണം ഉയർത്തുക എന്നതായിരിക്കും പ്രധാനമായും ഇനി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രാഹുലിനെ പൂർണ്ണമായും കൈവിടുന്നു. രാഹുലിനെ പൂർണ്ണമായും കൈവിട്ട ശേഷം ഞങ്ങൾ നടപടിയെടുത്തിരിക്കുന്നു. പരാതി വന്ന ഉടൻ തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം നീക്കി ഒടുവിൽ വീണ്ടും പരാതിയിലേക്ക് എത്തുന്നു. വീണ്ടും KPCCക്ക് പാർട്ടിക്ക് പരാതി വന്നപ്പോൾ പൂർണ്ണമായും പാർട്ടി അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യമായിരിക്കും ഇനി സ്വാഭാവികമായും CPM-നോട് ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക. ആ ഒരു രീതിയിലേക്ക് പ്രചാരണത്തിൻ്റെ മുന തിരിച്ചുവിടാനുള്ള ഒരു തീരുമാനവും കോൺഗ്രസ് നേതാക്കൾ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ വൈകുന്നേരത്തോട്ട് തൊട്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അമ്പലം കെട്ടവർക്കെതിരെ എന്ന തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ ടാഗ് ലൈനുമായി അവർ സജീവമായി